നമസ്കാരം. എൻ്റെ പേര് സബീഷ്. ഞാൻ പാലക്കാട് ജില്ലയിലെ വടവന്നൂർ കൃഷിഭവൻ്റെ പരിധിയിൽ വടവന്നൂർ പഞ്ചായത്തിൽ മലയമ്പള്ളത്ത് താമസിക്കുന്നു. ഞാൻ നല്ലൊരു കർഷകനാണ്. എൻ്റെ വിളകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെല്ല്, മാവ്, പച്ചക്കറികൾ, വാഴയുണ്ട്, മീനുണ്ട്. എല്ലാം ഒരു സമ്മിശ്രമായിട്ടുള്ള ഒരു കൃഷി രീതിയാണ് ഉള്ളത്. അത് ഏറ്റവും കൂടുതൽ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വന്യമൃഗങ്ങളാണ്. അതുണ്ട്. അതോടൊപ്പം തന്നെ കാലാവസ്ഥാ വ്യതിയാനങ്ങളാണ്. കാലാവസ്ഥാ വ്യതിയാനമാണ് ഏറ്റവും കൂടുതൽ നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. വേണ്ട സമയത്ത് മഴയില്ല, വിളവെടുക്കുന്ന സമയത്ത് മഴ പെയ്യുക, അല്ലാതെ നല്ല സമയത്ത് കാർഷികമായിട്ടുള്ള വരൾച്ച വരിക, അങ്ങനെ പ്രതികൂലമായ കാലാവസ്ഥയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് പ്രകാരം നമുക്ക് കൃഷികൾ ഒരുപാട് നഷ്ടത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. അത് കാരണം നമുക്ക് കൃഷിക്ക് നല്ല രീതിക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളായനിക്കര കാർഷിക കോളേജ് സർവകലാശാലയിലെ കാലാവസ്ഥ വിഭാഗത്തിൽ നിന്നും ലഭിക്കുന്ന കാർഷിക കാലാവസ്ഥ ബുള്ളറ്റിനുകൾ വളരെ ഉപയോഗപ്രദമാണ്. ഏറ്റവും കൂടുതൽ അത് സമയാസമയങ്ങളിൽ കിട്ടുന്ന ആ മെസ്സേജുകൾ, അത് ഓരോ 5 ദിവസം കൂടുമ്പോൾ നമുക്ക് മെസ്സേജ് വരുന്നുണ്ട്. ആ മെസ്സേജാണ് ഒരുപാട് ഗുണമാണ് നമുക്ക് കിട്ടുന്നത്. ഇതുമൂലം കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ മുൻകൂട്ടി നമുക്ക് അറിയാൻ പറ്റും. ഒരു 5 ദിവസത്തേക്കാണെങ്കിലും അത് നമുക്ക് അറിയാൻ സാധിക്കുന്നു. അപ്പോൾ അതിനനുസരിച്ച് കാലാവസ്ഥയ്ക്കനുസരിച്ച് കാർഷിക വിളകൾക്ക് ജലസേചനം കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ വളപ്രയോഗം നടത്താൻ പറ്റും, മരുന്ന് തെളിക്കലാണെങ്കിലും മരുന്ന് തെളിക്കാൻ പറ്റും. അതെല്ലാം നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന കാലാവസ്ഥ ബുള്ളറ്റിനുകൾ നമുക്ക് വളരെ ഉപകാരമാണ്. ഏകദേശം ഞാനൊരു 30 വർഷത്തോളമായി കാർഷിക വൃത്തിയിലാണ് ഇരിക്കുന്നത്. കാർഷിക യൂണിവേഴ്സിറ്റി സർവകലാശാലയിലെ കാലാവസ്ഥാ വിഭാഗത്തിൽ നിന്ന് ലഭിക്കുന്ന ബുള്ളറ്റിനുകൾ കർഷകൻ്റെ ഒരു മുന്നേറ്റത്തിന് വളരെ ഉപകാരമാണ്. അതുപോലെ തന്നെ വിവിധ കാലാവസ്ഥകളിൽ വിളകളെ ബാധിക്കുന്ന കീടങ്ങളുണ്ടാവും, രോഗങ്ങളെക്കുറിച്ച് കാലാവസ്ഥാ ബുള്ളറ്റിനുകൾ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും അതിനുള്ള പ്രതിവിധികൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ അത് കാരണം നമുക്ക് വിളനഷ്ടം വളരെ കുറയ്ക്കാൻ പറ്റും, നഷ്ടസാധ്യത കുറയ്ക്കാൻ പറ്റും. അത് കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ പറ്റും. കീടങ്ങളെ നമുക്ക് മുന്നറിയിപ്പുകൾ കിട്ടുന്നതുകൊണ്ട് നമുക്ക് കീടങ്ങളെ നിയന്ത്രിക്കാൻ തന്നെ സമയബന്ധിതമായിട്ടുള്ള നിയന്ത്രിക്കാൻ പറ്റും. പിന്നെ പ്രതിരോധത്തിനുള്ള ഏത് കീടങ്ങളാണെങ്കിലും അതിന് നമുക്ക് പ്രതിരോധിക്കാനുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഗുണമേന്മ, ഇത് കാരണം നമുക്ക് ഈ ബുള്ളറ്റിനുകൾ നമുക്ക് കിട്ടുന്നതുകൊണ്ട്, മാർഗ്ഗനിർദ്ദേശം നമുക്ക് തരുന്നതുകൊണ്ട് നമുക്ക് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ, അതായത് സമയബന്ധിതമായി നമുക്ക് ലഭിക്കുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ കേട് വന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് വ്യത്യാസം ഉണ്ടാകാം. അതെല്ലാം കറക്റ്റ് ചെയ്യാൻ പറ്റും ഈ സമയബന്ധിതമായിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ കാർഷിക വിളകളെ സംരക്ഷിക്കാനും കൃഷി ലാഭകരമാക്കാനും കാലാവസ്ഥ ബുള്ളറ്റിനുകൾ ഒരു പരിധിവരെ സഹായിക്കുന്നുണ്ട്. അതിന് ഒരു പോരായ്മകൾ ഉണ്ടെങ്കിലും അത് 5 ദിവസത്തെ കാര്യങ്ങൾ മാത്രമേ അറിയുന്നുള്ളൂ. നമുക്ക് ദീർഘകാലമായിട്ട് അറിയാൻ കഴിയുകയാണ്. പുതിയ സാങ്കേതിക വിദ്യ കൊണ്ട് ദീർഘകാലത്തുള്ള ആ ഒരു നിർദ്ദേശം കിട്ടുകയാണെങ്കിൽ ഒരുപാട് കർഷകർ രക്ഷപ്പെടുമായിരുന്നു. അതിന് ഈ ബുള്ളറ്റിനുകൾ എന്നും ഉപകാരപ്പെട്ടിട്ടുണ്ട്. അത് ഇനി എന്താ വെച്ചാൽ ഇത് ഉപകാരമുള്ളത് കൊണ്ട് ഇനി സ്ഥിരമായിട്ട്, അതായത് കാർഷിക കാലാവസ്ഥ ബുള്ളറ്റിനുകൾ തുടർന്നും എല്ലാവർക്കും, അതായത് എല്ലാ കർഷകർക്കും എത്തിക്കാനുള്ള സംവിധാനമാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ പരിമിതമായിട്ടുള്ള കർഷകരിലേക്ക് മാത്രമേ എത്തുന്നുള്ളൂ. അതുപോലെ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ എല്ലാവിടെയും നമ്മൾ പബ്ലിഷ് ചെയ്തിട്ട് അപ്ഡേറ്റ് ആയിക്കഴിഞ്ഞാൽ എല്ലാ കർഷകരിലേക്കും എത്തിക്കണമെന്ന് ഞാൻ വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. അതുമാത്രം എല്ലാവരും കർഷകരാണ്, കൃഷിഭൂമിയാണ്, നല്ല പൊന്നു വിളയുന്ന ഭൂമിയാണ്. അത് സംരക്ഷിക്കാനും കാർഷിക പ്രവൃത്തികൾ മുന്നോട്ട് പോകാനും വേണ്ടിയിട്ട് നമുക്ക് കർഷകർക്ക് വേണ്ടിയിട്ട് എല്ലാവിധ സഹായങ്ങളും തരുന്ന ബുള്ളറ്റിനുകൾ നമുക്ക് ഉപകാരം ഉള്ളതാണ്. എല്ലാവർക്കും ഭാവുകളും നേരുന്നുകൊണ്ട് നന്ദി, നമസ്കാരം. താങ്ക് യു.